ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് 35 വീക്സും 4 ഡേയ്സും ആവാണ്. സോ 34 ടു 38 വീക്സിനകത്താണ് UK നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് ചെയ്യേണ്ടത്. സോ അതിനുള്ള ലിസ്റ്റ് എല്ലാം തന്നെ 34 വീക്സ് ആകുമ്പോൾ നമ്മുടെ മിഡ് വൈഫ്, നമ്മളെ റെഗുലർ ചെക്ക് ചെയ്യുന്ന മിഡ് വൈഫ് നമുക്ക് അതിനുള്ള ലിസ്റ്റ് തരും. സോ നമ്മളൊരു 35 വീക്സ് ഒക്കെ ആകുമ്പം തന്നെ ആൾമോസ്റ്റ് അത് പാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ട്രാവൽ സ്യൂട്ട് കേസാണ് ഹോസ്പിറ്റൽ ബാഗായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ്സിൽ 3 സെക്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്. ഒന്ന് ന്യൂ ബോൺ ബേബിക്കുള്ളൊരു സെക്ഷൻ, 2 ന്യൂ ബോൺ ബേബിയുടെ മദറിനുള്ള സാധനങ്ങൾ വെക്കാനുള്ളൊരു സെക്ഷൻ, 3 ബൈസ്റ്റാൻഡർ ആയിട്ട് പാർട്ട്ണറാണോ മദറാണോ ആരാണ് കൂടെ ഉള്ളത് സോ അവരുടെ സാധനങ്ങൾ വെക്കാനുള്ള സെക്ഷൻ. കാരണം നമ്മുടെ ഹസ്ബൻഡിൻ്റെ സാധനങ്ങൾ വെക്കാനുള്ള, അവർക്ക് കൂടെ നിൽക്കുന്ന ആൾക്ക് ഒരു 1 or 2 പെയർസ് ഓഫ് ഡ്രസ്സ് ആൻഡ് അവർ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. സോ അത് നമ്മൾ ലാസ്റ്റാണ് പാക്ക് ചെയ്യുന്നത്. കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്, അതുകൊണ്ട് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് നമ്മൾ എടുത്ത് വെക്കണം. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ന്യൂ ബോൺ ബേബിക്കും ന്യൂ ബോൺ ബേബിയുടെ മദറിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഫസ്റ്റായിട്ട് നമ്മൾ ഈ സ്യൂട്ട് കേസിൻ്റെ 2 സെക്ഷനായിട്ട് തിരിക്കുകയാണ്. ഒരു സെക്ഷൻ ബേബിക്കുള്ളതും ഒരു സെക്ഷൻ മദറിനുള്ള സെക്ഷനാണ്. സോ ഫസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഫീഡിങ് ഡ്രസ്സാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്പണിംഗ് ഉള്ള തരത്തിലുള്ള ഡ്രസ്സ് എടുക്കാം. ഒരു 3 to 4 അല്ലെങ്കിൽ 1 to 2 എങ്ങനെയാണോ എന്താണോ നിങ്ങളുടെ ടൈപ്പ് ഓഫ് ഡെലിവറി, സെക്ഷൻ ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പം ഞാൻ നിലവിലിപ്പോൾ 2 ഫീഡിങ് ഡ്രസ്സാണ് എടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ടോയ്ലറ്ററീസ് ആണ്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി വാഷ്, ഷാംപൂ, കണ്ടീഷണർ, എന്തെങ്കിലും ക്രീം സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എടുക്കാം. സോ വലിയ വലിയ ബോട്ടിൽസ് നമ്മൾ എടുക്കുന്നതിനെക്കാട്ടി നമ്മൾ നോർമൽ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെ ഈ ട്രാവൽ എസെൻഷ്യൽ എന്ന് പറയുന്ന ചെറിയ ബോക്സ് നമുക്ക് മേടിക്കാൻ കിട്ടും ടെസ്കോയിൽ. സോ അതിൽ സ്മോൾ ബോട്ടിൽസും ഉണ്ടാവും, അത് ഫില്ല് ചെയ്യാനുള്ള ഐറ്റംസും ഉണ്ടാവും. സോ ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1 or 2 ഡേയ്സേ നമുക്ക് ആവശ്യം വേണ്ടി വരുള്ളൂ. സോ അതെത്ര വേണമോ അത്രയും നമുക്ക് കയ്യിൽ കരുതാം ഈ ഒരു പൗച്ചിനകത്ത്. ഇത് നിലവിൽ ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് നമ്മൾ വെക്കാൻ പോകുന്നത് ഈ ടൈപ്പ് ചെറിയൊരു ഫ്ലാനൽ. ഇത് ടവലിൻ്റെ തന്നെ ചെറിയൊരു രൂപമാണ്. ഇത് ഇവിടെ ഉള്ളവർ ബോഡി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് തന്ന ലിസ്റ്റിൽ ഇതുണ്ടായിരുന്നു. സോ ചെറിയൊരു ഫ്ലാനൽ വെക്കുന്നുണ്ട്. ദെൻ നമുക്കൊരു ലാർജ് ടവല്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടവല് നമ്മൾ വെക്കുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഇന്നേഴ്സ് നമുക്ക് എടുക്കണം. സോ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നേഴ്സ്. ദെൻ ഇപ്പോൾ നമുക്ക് നോർമലാണോ സെക്ഷൻ ആണോ നമുക്ക് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഡിസ്പോസിബിൾ സെക്ഷൻ പോസ്റ്റ്മോർട്ടം കുറച്ച് ഇന്നേഴ്സും എടുത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കും. UK NHSൻ്റെ ഹോസ്പിറ്റലുകളിൽ ഡെലിവറി പ്ലാൻ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും കയ്യിൽ കരുതേണ്ട ഒന്നാണ് പോർട്ടബിൾ ഈ പേഴ്സണൽ ഹൈജീൻ പെരിനിയൽ ബോട്ടിൽ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇവിടെ ഹോസ്പിറ്റലുകളിൽ എന്തായാലും വെള്ളം നമുക്ക് എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. സോ പേഴ്സണൽ ഹൈജീന് വേണ്ടിയിട്ട് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാട്ടർ യൂസ് ചെയ്യേണ്ടി വരും. സോ നമുക്കിതിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽസാണ് ഈ പെരിനിയൽ ബോട്ടിൽസ്. ഇതൊരു മസ്റ്റ് ഹാവിങ് ഐറ്റം ആണ് എല്ലാവരുടെയും ഹോസ്പിറ്റൽ ബാഗിൽ. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന വേറൊരു കാര്യമാണ് ഡ്രസ്സിങ് ഗൗൺ അല്ലെങ്കിൽ ബാത്റോബ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാത്റോബ് മേടിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഇട്ടുകൊണ്ട് പോകുന്ന സോക്സിനെ കൂടാതെ 1 പെയർ ഓഫ് ഉളൻ സോക്സ് എടുത്തിട്ടുണ്ട്.
ചിലർ ഡെലിവറി ആഫ്റ്റർ ഡെലിവറി കുറച്ച് ബിറ്റ് ഷേക്കി ആവാൻ ചാൻസ് ഉണ്ട്. കോൾഡ് ക്ലൈമറ്റ് ആണ്. സോ എല്ലാ ഹോസ്പിറ്റൽ ബാഗിലും റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് ഉളൻ സോക്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു പെയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ായിട്ട് നമുക്ക് നോർമൽ ഡ്രസ്സ് ഒരു ജോഡി വേണം. ഈ നോർമൽ ഡ്രസ്സ് നമുക്ക് വീട്ടിലേക്ക് റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്ക് ഇടാനുള്ളതാണ്. പിന്നെ ഒരു ബോക്സ് ഓഫ് ബ്രസ്റ്റ് പാഡ്സ് വേണം. ഓക്കെ, പിന്നെ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന മറ്റൊരു ഇതാണ് നോർമലായിട്ടുള്ള സ്ലിപ്പേഴ്സ്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഒരു ബോക്സ് ഓഫ് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ദെൻ 2 പാക്കറ്റ്സ് ഓഫ് മെറ്റേണിറ്റി പാഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മം സൈഡിലേക്ക് വേണ്ടിയിട്ടല്ല, ബോത്ത് സൈഡ്സിലേക്ക് വേണ്ടിയിട്ട് മെറ്റേണിറ്റി റെക്കോർഡ്സ്, നമുക്കൊരു പേഴ്സണൽ ചൈൽഡ് ഹെൽത്ത് റെക്കോർഡുണ്ട്. സോ അതുകൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ബേബിയുടെ സെക്ഷനാണ് പാക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേബിയെ ഫസ്റ്റ് ബോഡി ആയിട്ട് ടച്ച് ചെയ്യുന്ന പാർട്ടിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത്, ഇവിടെ കുഞ്ഞുടുപ്പ്, നാട്ടിൽ നമ്മൾ കെട്ടുടുപ്പല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഉടുപ്പാണ്. സോ ഈ ടൈപ്പ് ഓഫ് ഉടുപ്പാണ്. ഇവിടെ ബട്ടൺസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു 5 നമ്പേഴ്സാണ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിഡ് വൈഫ് ലിസ്റ്റ് തന്നിട്ടുള്ളത്. സോ നമ്മൾ അങ്ങനെ ഒരു 5 പെയർ വെസ്റ്റ് വാഷ് ചെയ്ത് പറ്റുമെങ്കിൽ അയൺ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ 5 പെയർസ് ഓഫ് വെസ്റ്റ് എടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ വെസ്റ്റിൻ്റെ മുകളിലിടുന്ന സ്ലീപ്പ് സ്യൂട്ട്സ് ആണ് മേടിച്ചിട്ടുള്ളത്. സ്ലീപ്പ് സ്യൂട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കുഞ്ഞ് വരുന്നത് കോൾഡ് ക്ലൈമറ്റിലൂടെയാണ്. സോ വെസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പുറമെ നമ്മൾ സ്ലീപ്പ് സ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്ലീപ്പ് സ്യൂട്ട് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ അടുത്ത് 4 നമ്പേഴ്സാണ് മിഡ് വൈഫ് മിനിമം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഒരു 5 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഒന്ന് എക്സ്ട്രാ വേണ്ടി വന്നാൽ ഇതാണ് സ്ലീപ്പ് സ്യൂട്ട്. ഇതിൻ്റെ പല കളേഴ്സ്, പല ഡിഫറെൻറ്റ് ടൈപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് സോക്സ്, ബേബി സോക്സ്. ദെൻ ഒരു പെയർ ഓഫ് കുഞ്ഞ് ബൂട്ടീസ് എടുത്തിട്ടുണ്ട്. ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ക്യാപ്പും മിറ്റൻസും സോക്സും ഒക്കെ ഉള്ള ഒരു കോംബോ പാക്കാണ്. സോ അതുപോലെ 2-3 പാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെയർസ് ഓഫ് ബിബ്സ് എടുത്തിട്ടുണ്ട്. പാൽ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ദേഹമൊക്കെ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബിബ്സ് യൂസ് ചെയ്യാം. നമുക്ക് തന്ന ലിസ്റ്റിൽ ബിബ്സ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ബാഗിൽ മസ്റ്റ് ഹാവിങ് ആയിട്ടുള്ള ഐറ്റമാണ് പാമ്പേഴ്സ്. ഇവിടെ തണുത്ത രാജ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലെ പോലെ നമുക്ക് ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത് അധികം ഹൈജീനിക് ആവില്ല. സോ നമ്മൾ പാമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് വീഡിയോ റെഫർ ചെയ്തതിലും ഒരുപാട് ആൾക്കാരിൽ നിന്നൊക്കെ ഈ യെല്ലോ കളറാണ് കുറച്ച് കൂടുതൽ നല്ലതെന്നാണ്. ഇവിടുത്തെ ബ്രാൻഡുകളിൽ വെച്ചിട്ട് കുറച്ച് ഇച്ചിങ് ഒക്കെ ഒഴിവാക്കുന്ന കുറച്ച് അത്യാവശ്യം നല്ലൊരു ടൈപ്പാണിത്. ഇത് തന്നെ നമ്മൾ 2 ടൈപ്പിലാണ് മേടിച്ചിട്ടുള്ളത്. 1 to 3 kg ഉള്ള കുഞ്ഞുങ്ങൾക്കുള്ള പാമ്പേഴ്സും നെക്സ്റ്റ് 2 to 5 kg ഉള്ള കുഞ്ഞുങ്ങൾക്കുള്ള പാമ്പേഴ്സും. വെയിറ്റ് 3 kgക്ക് മുകളിലാണ് എന്ന് ആദ്യമേ അറിയാമെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സോ 2 പാക്കറ്റ് ഈ 1 എന്നെഴുതിയ പാമ്പേഴ്സ് ഹോസ്പിറ്റൽ ബാഗിൽ വയ്ക്കാം. നാപ്പി കെയർ ഓയിൽമെൻറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് ഓരോ ബേബിയുടെ സ്കിന്നും ഡിഫറെൻറ്റ് ടൈപ്പാണ്. സോ എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാമ്പേഴ്സിൽ റാഷസ് വരികയാണെങ്കിൽ നമുക്ക് ഈ നാപ്പി കെയർ ഓയിൽമെൻറ്റ് യൂസ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് സജഷൻസ് ചോദിച്ചോ മുമ്പുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്നോ ഒക്കെ
മേടിക്കാം. ഇത് നമുക്ക് കുറച്ച് കോട്ടൺ ബോൾസ് ആണ്. ഇത് ബേബിയെ ക്ലീൻ ചെയ്യുന്ന സമയത്തോ പേഴ്സണൽ ഹൈജീൻ ചെയ്യുന്ന സമയത്തൊക്കെ, നമുക്ക് പേഴ്സണൽ കെയർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ വൂൾ ബോൾസ് യൂസ് ചെയ്യാം. ഇപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വാട്ടർ വൈപ്സ്. സോ നമ്മൾ ബേബിയുടെ മോഷനൊക്കെ പാസ് ചെയ്തതിന് ശേഷം വാട്ടർ വൈപ്സ് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് മസ്ലിൻ ക്ലോത്ത് ആണ്. സോ നമ്മൾ 2 പാക്കറ്റാണ് കരുതുന്നത്. ഒരു പാക്കറ്റ് ആയാലും മതി. സോ എക്സ്ട്രാ വേണ്ടി വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പാക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരു നോർമൽ ബ്ലാങ്കറ്റ്, നോർമൽ ടെമ്പറേച്ചർ ഒന്നും അധികം പിടിക്കാത്ത നോർമൽ ഒരു ബ്ലാങ്കറ്റ് കുഞ്ഞിനെ പൊതിയാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ സെല്ലുലാർ ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഇവിടെ മേടിക്കാൻ പറയുന്നുണ്ട്. നമ്മളത് മേടിച്ചിട്ടില്ല. നമ്മൾ അതിന് പകരം എക്സ്ട്രാ വേറെ 2-3 ടൈപ്പ് ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തണുപ്പ് നിൽക്കുന്ന ഉളൻ ബ്ലാങ്കറ്റ് ആണ്. സോ നമ്മൾ ഈ ഉളൻ ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ബേബിയുടെ ഹെഡൊക്കെ കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കവർ ചെയ്ത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ഹെഡൊക്കെ വെച്ച് ബേബിയെ റാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇത് നമ്മൾ കുറച്ച് തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയർ ഓഫ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള, നല്ല ടെമ്പറേച്ചർ പിടിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ കുഞ്ഞിനെ പുറത്തോട്ട് കൊണ്ടുവരുമ്പം സ്നോ ടൈമൊക്കെയാണ്, സ്നോ ഫോൾ ചെയ്യുന്ന ടൈമാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് തണുപ്പാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്നോ സ്യൂട്ട്, നമ്മുടെ ജാക്കറ്റൊക്കെ പോലെ ഉള്ള മെറ്റീരിയലിലുള്ളൊരു സ്നോ സ്യൂട്ട് കൂടെ യൂസ് ചെയ്യാം. സോ അതെടുത്തിട്ടുണ്ട്. ഇത് കോൾഡ് ക്ലൈമറ്റിൽ ബോൺ ആവുന്നതുകൊണ്ടാണ് ഈ സ്നോ സ്യൂട്ട് മസ്റ്റായിട്ടും എടുത്തത്. സോ നിങ്ങളുടെ മിഡ് വൈഫ് തരുന്ന ലിസ്റ്റിൽ അതില്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് കോൾഡ് ക്ലൈമറ്റിൽ ജനിക്കുന്നതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്ന്, ഇച്ചി സ്കിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം ആവശ്യമാണ്. സോ UK തന്നെ നമ്മുടെ ബേബി ബ്രാൻഡിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ് അവീനോ. സോ നമ്മൾ അവീനോയുടെ ചെറിയൊരു ബോട്ടിൽ ഓഫ് മോയ്സ്ചറൈസിങ് ലോഷൻ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നോർമലായിട്ട് നമ്മുടെ ഒരു 34-35 വീക്ക് ആകുമ്പം തന്നെ മിഡ് വൈഫ് നമ്മുടെ ബർത്ത് പ്ലാനിനെ കുറിച്ച് ചോദിക്കും. നമുക്ക് C-സെക്ഷൻ ആണോ, നോർമൽ ആണോ, എന്ത് ടൈപ്പ് ഓഫ് ഡെലിവറി ആണ് ഇഷ്ടം എന്നും, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്നും മിഡ് വൈഫ് ചോദിക്കും. സോ ബ്രസ്റ്റ് ഫീഡാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല മിൽക്സ് ഒന്നും ആവശ്യമില്ല. സോ ബ്രസ്റ്റ് ഫീഡ് അല്ല, നമുക്ക് മിക്സഡ് ഫീഡാണ്. കാരണം ഡെലിവറി കഴിയുന്ന ടൈമിൽ എല്ലാ ലേഡീസിനും ഫസ്റ്റ് നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ കാര്യമായിട്ട് നടക്കണം എന്നില്ല. സോ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് അല്ല ചെയ്യുന്നത്, ബോട്ടിൽ ഫീഡ് ചെയ്യാനും ഇവിടെ നമുക്ക് റൈറ്റ് ഉണ്ട്. സോ ബോട്ടിൽ ഫീഡാണ് ചെയ്യണമെങ്കിൽ ആപ്റ്റമിലിൻ്റെ ഒരു പാക്കറ്റ് ഫോർമുല മിൽക്കും 2 ബോട്ടിൽ ഓഫ് 2 നിപ്പിൾ ബോട്ടിൽസും മേടിച്ച് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. സോ ബ്രസ്റ്റ് ഫീഡാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മിഡ് വൈഫിനോട് റിക്വസ്റ്റ് ചെയ്താൽ അവർ പറയും. അത് ഇപ്പോൾ സപ്പോസ് മിൽക്ക് പ്രൊഡക്ഷൻ കുറഞ്ഞാലും അവർ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് അവർ മാക്സിമം ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോർമുല മിൽക്സിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഫോർമുല മിൽക്സ് തൽക്കാലം കയ്യിൽ കരുതുന്നില്ല. സോ അത്രയ്ക്കും എമർജൻസി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഒരു ബേബി ഹെൽത്ത് കെയർ കിറ്റാണ്. സോ ഇത് നമ്മുടെ ലിസ്റ്റിലില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഞാൻ റിസർച്ച് ചെയ്ത മിക്ക വീഡിയോസിലും എല്ലാവരും കയ്യിൽ കരുതുന്നുണ്ട്. ഇതിനകത്ത് ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കുറച്ച് 9 എസെൻഷ്യൽ ഐറ്റംസ് ഉണ്ട്. ഒരു കുഞ്ഞു കോമ്പും
ഡിജിറ്റൽ തെർമോമീറ്റർ, ടൂത്ത് ബ്രഷ്, സിസർ, നെയിൽ ക്ലിപ്സ്, ബ്രഷ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ബൈ ചാൻസ് എന്തെങ്കിലും ആവശ്യം വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ബാഗിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി പാക്ക് ചെയ്യുന്നത്. ഇതിൽ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുടെ ഒരു കുറച്ച് എസെൻഷ്യൽ സാധനങ്ങൾ കൂടെ ഉണ്ട്, അത് പാക്ക് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ലിസ്റ്റിൽ വിട്ടുപോയതായിട്ട് ഒരു സെല്ലുലാർ ബ്ലാങ്കറ്റ് മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം NHSൻ്റെ 2025 ലിസ്റ്റ് പ്രകാരം ഉള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. ഈ ലിസ്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ ആയിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.